ഹായ് ഫ്രണ്ട്സ്, അറിവിൻ്റെ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അറിവിൻ്റെ ജാലകത്തിൽ നമ്മളിന്ന് ഇംഗ്ലീഷിലെ ചില പ്രത്യേക വാക്കുകളെക്കുറിച്ചും അവയുടെ അർത്ഥങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ആരാണ് ലോലിപോപ്പ് മാൻ എന്ന് നോക്കാം. സ്കൂളിന് മുന്നിൽ കുട്ടികളെ സുരക്ഷിതമായി റോഡ് കുറുകെ കടക്കാൻ സഹായിക്കുന്നയാളാണ് ലോലിപോപ്പ് മാൻ എന്ന് അറിയപ്പെടുന്നത്. കയ്യിൽ സ്റ്റോപ്പ് എന്നെഴുതിയ ഒരു ചിഹ്നദണ്ഡും ഉണ്ടാകും. സ്ത്രീയാണെങ്കിൽ ലോലിപോപ്പ് ലേഡി എന്നും വിളിക്കാം. ചൈന എന്നെഴുതിയാൽ ചൈന രാജ്യം എന്നാണ് അർത്ഥം. ആദ്യത്തെ അക്ഷരമായ സി ചെറുതാക്കി ചൈന എന്നെഴുതിയാൽ എന്താണ് അർത്ഥം? സി ചെറുതാക്കി ചൈന എന്നെഴുതിയാൽ കളിമൺ പാത്രം അഥവാ സെറാമിക് പാത്രം എന്നാണ് അർത്ഥം. പണ്ട് ഇവയെ പിഞ്ഞാണം എന്നും പറയുമായിരുന്നു. എന്താണ് പ്ലമേഴ്സ് സ്നേക്ക് എന്ന് അറിയപ്പെടുന്നത്? ശുചിമുറിയുടെയും മറ്റും മാലിന്യക്കുഴലുകളിലെ തടസ്സം നീക്കാനായി ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ വഴക്കമുള്ള കമ്പിച്ചുരുളാണിത്. ഇത് ടോയ്ലറ്റ് ജാക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. സ്റ്റേഷനറി എന്നീ വാക്കുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസം എന്താണ്? ഈ വാക്കുകൾ തമ്മിൽ ഒരു സ്പെല്ലിങ്ങിന്റെ ഒരക്ഷരത്തിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. സ്റ്റേഷനറി STATIONARY എന്നാൽ നിശ്ചലമായ അല്ലെങ്കിൽ സ്ഥിരമായ എന്നാണ് അർത്ഥം. പേന, മഷി, കടലാസ് മുതലായ ലേഖന സാമഗ്രികൾക്കാണ് STATIONERY സ്റ്റേഷനറി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പോപ്പുലർ, പോപ്പുലസ് എന്നീ വാക്കുകൾ തമ്മിൽ എന്താണ് അർത്ഥവ്യത്യാസം? പോപ്പുലർ എന്നാൽ ജനപ്രീതിയുള്ള എന്നാണ് അർത്ഥം. ഹീസ് എ പോപ്പുലർ ഫിലിം ആക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ജനപ്രീതിയുള്ള സിനിമാ നടനാണ് എന്നാണ് അർത്ഥം. പോപ്പുലസ് എന്നാൽ ജനപ്പെരുപ്പമുള്ള, ജനനിബിഡമായ എന്നെല്ലാമാണ് അർത്ഥം. മുംബൈ ഈസ് ദി പോപ്പുലസ് സിറ്റി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മുംബൈ ഇന്ത്യയിലെ ജനപ്പെരുപ്പമുള്ള ഒരു നഗരമാണ് എന്നാണ് അർത്ഥം. ഹായ് ഫ്രണ്ട്സ്, ജാലകത്തിൻ്റെ മറ്റൊരു അധ്യായത്തിൽ മറ്റു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.